ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് കണ്ടത്. ഇന്ന് നമ്മൾ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കാണാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർക്ക് ലിസ്റ്റുകൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒരുമിച്ചിരുന്ന് ഓൺലൈനിൽ വർക്ക് ചെയ്യാനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഡിവൈസാണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ ഷീറ്റ് എങ്ങനെയാണ് തുറക്കുന്നതെന്നും എങ്ങനെയൊക്കെ നമുക്ക് അതിൽ ഡാറ്റ എൻ്റർ ചെയ്യാമെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഗൂഗിൾ ഷീറ്റ് തുറക്കാനായി ഒരു ബ്രൗസർ തുറക്കുന്നു. ഞാനിവിടെ ഫയർഫോക്സ് ആണ് തുറക്കുന്നത്. എന്നിട്ട് നമ്മൾ google.com സെർച്ച് ചെയ്യുന്നു. ഗൂഗിളിൻ്റെ പേജ് തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ജിമെയിൽ ഇമേജസ് എന്നൊക്കെ കാണുന്നതിൻ്റെ അടുത്തായുള്ള ഈ 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ താഴെയായി നമുക്ക് ഗൂഗിൾ ഷീറ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് തുറന്നു വരും. നമ്മൾ മുൻപ് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഗൂഗിൾ ഷീറ്റ്സും ഇവിടെ അടിയിലായിട്ട് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ചെയ്തു വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തത് നമ്മൾ ഓപ്പൺ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രൈവിൽ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഗൂഗിൾ ഷീറ്റ് തുറക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത ഗൂഗിൾ ഷീറ്റ് ഇവിടെ 10th A എന്നും പറഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു വെച്ച ഗൂഗിൾ ഷീറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഗൂഗിൾ ഷീറ്റ് തുറക്കുകയാണ്. അതിനായി നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ ബ്ലാങ്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഷീറ്റ് തുറന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഇവിടെ അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നാണ് കാണുക. അതിന് പകരം നമ്മൾ വേറൊരു പേര് കൊടുക്കുകയാണ്. 10th B മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുത്തു. അടിയിലും ഷീറ്റ് 1 നമുക്ക് പേര് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്നാക്കി മാറ്റി. നമ്മളിത് സേവ് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി ഇത് സേവ് ആയിക്കൊള്ളും നമ്മുടെ ഡ്രൈവിൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എക്സൽ ഷീറ്റിലോ അതുപോലെ തന്നെ കാൽക്ക് ഷീറ്റിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പ്രെഡ്ഷീറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് കുറേ വഴികളുണ്ട്. ഫയലിനകത്ത് നമുക്ക് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അത് എന്താണെന്ന് നോക്കാം. ഇത് മിനിമൈസ് ചെയ്ത് വെച്ചു. ഞാനിവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാൽക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സലിലായാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇത് മാർക്ക് ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അത് മൊത്തം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് Ctrl+C അടിച്ചിട്ട് കോപ്പി ചെയ്യുന്നു. പിന്നീട് നമ്മൾ വീണ്ടും ഗൂഗിൾ ഷീറ്റിലേക്ക് വരുന്നു. എന്നിട്ട് ഗൂഗിൾ ഷീറ്റിൻ്റെ 1ാമത്തെ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് Ctrl+V കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആ ഷീറ്റ് ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇന്ന് കാണാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കുക എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടൈറ്റിൽ കോളം ഫോർമാറ്റ് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ ബോൾഡാക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്. ഇതിനെ സെൻട്രലാക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നിന്ന് മാറ്റുന്നു. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് കളർ നമ്മൾ വൈറ്റ് ആക്കുന്നു. ഫോണ്ട് സൈസ് കൂട്ടുന്നു. അപ്പോൾ ഇത് ഭംഗിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കോളത്തിൻ്റെയും വലിപ്പം വ്യത്യാസപ്പെടുത്തണം. അത് നമ്പർ കുറച്ച് മാത്രം മതി. അപ്പോൾ അതൊന്ന് ചെറുതാക്കി. അതുപോലെ തന്നെ നെയിം കുറച്ചധികം വേണം, കുറച്ച് വലുതാക്കി. ബാക്കിയുള്ളതൊക്കെ കുറച്ച് മതി. ഗ്രേഡുകളാണ്, ചെറുതാക്കി. നമ്മൾ ആവശ്യത്തിന് ചെറുതാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് ഈ 1ാമത്തെ നമ്പർ എന്ന കോളം സെലക്ട് ചെയ്തിട്ട് ഇത് സെൻറ്ററിലേക്ക് വരണം. അതിനിവിടെ ഇതിനെ സെൻറ്ററിലാക്കി. ഇതൊന്ന് ബോൾഡ് ചെയ്യണം. നമ്പർ ബോൾഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ നമ്പർ കോളം ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഈ നമ്പർ കോളത്തിന് ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കണം. അതിന് നമുക്കിവിടെ കളറിൽ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തു. ഇനി 2ാമത്തെ കോളം മുഴുവൻ സെലക്ട് ചെയ്യരുത്.
ഇങ്ങനെ സെലക്ട് ചെയ്തു. അതും ഇതുപോലെ തന്നെ സെൻട്രൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പേരിങ്ങനെ വരുമ്പോഴാണ് സുഖം ഉണ്ടാവുക. പിന്നെ നമ്മളിത് ബോൾഡ് ചെയ്തു. ഇതിനും ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ കളർ, വേറൊരു വ്യത്യസ്തമായ കള്ളി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഷെയ്ഡ് ഇതിന് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ വ്യത്യസ്തമായ ഷെയ്ഡുകൾ കൊടുത്ത് വേർതിരിക്കുകയാണ്. ഇങ്ങനെ കളറുകൾ നൽകുന്നു. അപ്പോൾ കള്ളികൾ മാറിപ്പോകാതെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇങ്ങനെ തിരിച്ചും കളർ കൊടുക്കുന്നു. ഇങ്ങനെ ആവശ്യമുള്ള രീതിയിൽ കളർ കൊടുത്ത് നമുക്കിതിനെ വേർതിരിക്കാം. ഇനി നമ്മൾ ഇതിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്നും തന്നെ, കള്ളികളൊന്നും തന്നെ നമ്മൾ കാണില്ല. അപ്പോൾ ഇതിന് കള്ളികൾ കൊടുക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ബോർഡറുകൾ നൽകാനുള്ള ഒരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് പല രീതിയിലുള്ള ബോർഡറുകൾ കൊടുക്കാം. ഫുൾ ബോർഡർ ഇവിടെ കൊടുക്കാം, ഓൾ ബോർഡേഴ്സ്. ഇന്നർ ബോർഡേഴ്സ് മാത്രം കൊടുക്കാം, ഔട്ട്ലൈൻ ഇല്ലാതെ. ഹൊറിസോണ്ടൽ ബോർഡേഴ്സ് കൊടുക്കാം, വെർട്ടിക്കൽ ബോർഡേഴ്സ് കൊടുക്കാം, ഔട്ടർ ബോർഡർ മാത്രം കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷനുണ്ട്. ബോർഡർ കളർ കൊടുക്കാം, ബോർഡറിന് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം ഇതിനെല്ലാം ബോർഡർ കൊടുക്കുന്നു. എല്ലാം ബോർഡർ വന്നിരിക്കുന്നു. ഇനി ബോർഡറിനൊരു കളർ കൊടുക്കുന്നു. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. നമ്മളത് മാറ്റിയിട്ട് ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ വന്നു. ഇനി ഇത് പ്രിൻ്റ് ചെയ്തെടുത്താൽ ഈ ഒരു ബോർഡർ നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഫീൽഡാണ്. അപ്പോൾ ടീച്ചേഴ്സിനല്ല ഇത് ഷെയർ ചെയ്യേണ്ടത്, കുട്ടികൾക്കായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല, ഇത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടില്ല, മലയാളത്തിൻ്റെയും ഹിന്ദിയുടെയും SS-ൻ്റെയും ഒക്കെ ടീച്ചേഴ്സിന് ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ അതുപോലെ ടീച്ചേഴ്സിന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് ഫില്ല് ചെയ്ത് വാങ്ങിക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇതിൽ അഡ്രസ്സ് അടിച്ചു കൊടുത്ത് ഷെയർ ചെയ്യാം. അത് നമുക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഗെറ്റ് ലിങ്ക് കൊടുക്കാം. ലിങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ചേഞ്ച് ടു എനിവൺ വിത്ത് ദ ലിങ്ക് എന്നാക്കി മാറ്റണം. എന്നിട്ട് വ്യൂവർ എന്നുള്ളത് എഡിറ്ററാക്കി മാറ്റണം. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എഡിറ്ററാക്കി മാറ്റണ്ട, കാരണം കുട്ടികൾ അത് എഡിറ്റ് ചെയ്യേണ്ടതില്ല. ടീച്ചേഴ്സ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഡൺ കൊടുക്കണം. എന്നിട്ട് ഷെയർ വീണ്ടും എടുത്തിട്ട് ഇവിടുന്ന് കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞ് എന്നിട്ട് വാട്സാപ്പ് നമ്മുടെ ലാപ്ടോപ്പിൽ തുറന്നിട്ട് നമുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ചെയ്തൊരു കോപ്പി എടുക്കണം. നമുക്കിപ്പോൾ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവിലായിരിക്കും സേവ് ഉണ്ടാകുക. പക്ഷേ നമുക്ക് ഓഫ്ലൈനായിട്ട് അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമുക്കിവിടെ ഫയലിൽ നിന്നും പ്രിൻ്റിലേക്ക് പോകാം. ഇനി അതല്ലെങ്കിൽ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഈ പ്രിൻ്റ് ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പേജിൽ ഇതിൻ്റെ ഒരു പ്രിൻറ്റിൻ്റെ ഒരു കോപ്പി നമുക്കിവിടെ വന്നത് കാണാം. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഏത് പേജാണ്, കറണ്ട് ഷീറ്റാണ് ചെയ്യുന്നത്, അത് A4-ലാണ് ചെയ്യുന്നത്, അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ A4 തന്നെയാണ് വേണ്ടത്. ഇനി ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് 2 ഉണ്ട്. അടുത്തത് ഫിറ്റ് ടു വിഡ്ത്ത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോർമൽ സൈസ്, സെറ്റ് കസ്റ്റം പേജ് ബ്രേക്സ് എന്ന് കാണാം. അതുപോലെ തന്നെ ഫോർമാറ്റിംഗ്, ഹെഡർ, ഫൂട്ടർ, ഇതൊക്കെ ഇവിടെ സൗകര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ അടുത്ത കുറേ ഓപ്ഷനുകൾ വരുന്നു. അതിലൊന്ന് ഓപ്പൺ വിത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും സേവ് ഫയൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ സേവ് ഫയൽ കൊടുക്കുന്നു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ ഫയൽ ഡൗൺലോഡായിട്ട് കിടക്കുന്നുണ്ടാവുക. ഡൗൺലോഡ്സിലാണ്. ഡൗൺലോഡ്സിൽ മാർക്ക് ലിസ്റ്റ് എന്ന പേര് തന്നെ ഇത് കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ വരും. ഇനി നമുക്കിത് പ്രിൻ്റ് ചെയ്യാനും എല്ലാറ്റിനും സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് ഇതിനകത്ത് ഉണ്ടാക്കി നമുക്ക് സേവ് ചെയ്യാൻ, ഓഫ്ലൈനിലേക്ക് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ ടിപ്സുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.